അടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. A uniform ladder of 4 meter length rests against a wall which it makes an angle of 45 degrees are shown. The coefficient of friction between the ladder and the wall is 0.4 and that between the ladder and the floor is 0.5. If a man whose weight is 1/2 of that ladder ascends, how much will be when he ladder slips? Okay, ഇതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ലാഡർ. നമുക്ക് ആ ലാഡറിനെ എ ബി എന്ന് കൊടുക്കാം. ഇത് എയും ഇത് ബിയും. ഇതാണ് ആ ലാഡർ എ ബി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ലാഡറിൽ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെപ്പോഴും അതിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് ആൾറെഡി മാർക്ക് ചെയ്യാം. ഒരു മനുഷ്യൻ എത്രയോ സ്റ്റെപ്പ് ഈ ലാഡറിൽ കയറുമ്പോൾ ഈ ലാഡർ സ്ലിപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ വെയിറ്റും പറയുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ കയറിയപ്പോഴാണ് സ്ലിപ്പ് ചെയ്യുന്നതെന്നുള്ള അസ്യൂം ചെയ്യുന്നു. സോ ഇവിടെ നിന്നാണ് ലാഡർ തുടങ്ങുന്നത്. സോ ഈ തുടക്കത്തിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നുള്ള അസ്യൂം ചെയ്യുന്നത്. സോ അത് സ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് അപ്പോൾ മനുഷ്യൻ കയറി നിൽക്കുന്നത്. സോ അവ കയറി നിൽക്കുന്ന സ്ഥലത്ത് മനുഷ്യൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റിൻ്റെ പകുതിയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലാഡറിൻ്റെ വെയിറ്റിൻ്റെ പകുതിയാണ് മനുഷ്യൻ്റെ വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. സോ അവിടെ W/2 എന്നെടുത്തു. ലാഡറിൻ്റെ വെയിറ്റ് W എന്നെടുത്തത് കാരണം ലാഡറിൻ്റെ വെയിറ്റിൻ്റെ പകുതിയാണ് മനുഷ്യൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കാരണം ഈ മനുഷ്യൻ നിൽക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലാഡറിൻ്റെ വെയിറ്റിൻ്റെ പകുതി, അതായത് W/2 എടുത്തു. ഈ ലാഡർ ഈ വെർട്ടിക്കലായിട്ട് വാളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രീസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ ആംഗിൾ 45 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. ഡൗട്ടില്ലല്ലോ. ഇത് വാള്, ഇത് ഫ്ലോർ. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ദി വാൾ എന്ന് പറയുന്ന 0.4. ഇവിടെ ഉള്ള ഫ്രിക്ഷൻ 0.4ഉം ഇവിടെ ഉള്ള ഫ്രിക്ഷൻ 0.5 ആണെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ലാഡർ ഫ്രിക്ഷൻ നല്ലപോലെ മനസ്സിലായി കാണും. നേരത്തെ പോലെ ചെയ്യുക. ഇവിടുത്തെ ഫോഴ്സ്, ഇവിടെ എന്തൊക്കെ ഫോഴ്സ് കാണും? ഇവിടെ കോണ്ടാക്ട് സർഫസ് ഇതാണ്. ലാഡറും ഫ്ലോറും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസ് ഇതാണ്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ അതെന്താണ്? ഈ ഫ്ലോറാണ് ലാഡറിലോട്ട് റിയാക്ഷൻ കൊടുക്കുന്നത്. സോ ഫ്ലോറിൻ്റെ സർഫസ് നോക്കുക, ഇതാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും റിയാക്ഷൻ. അതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി ലാഡർ ഇങ്ങോട്ടാണ് സ്ലിപ്പ് ചെയ്യുന്നത്. ഈ പോർഷനിലോട്ടാണ് പോകുന്നത്. ഈ പേന ഞാൻ കാണിച്ചിരിക്കുന്ന പോർഷനിലോട്ടാണ് ലാഡർ സ്ലിപ്പ് ചെയ്ത് പോകുന്നത്. സോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ റിയാക്ഷൻ ഇൻറ്റു ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ലാഡർ ആൻഡ് ദി ഫ്ലോർ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? ലാഡറും ഫ്ലോറും തമ്മിലുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.5. അപ്പോൾ 0.5 ഇൻറ്റു ഇവിടുത്തെ എത്രയാണ് റിയാക്ഷൻ? RF. അതേ ഡയറക്ഷനാണ്. ലാഡർ അങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുന്ന കാരണം കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ടാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്. സോ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. അത് നല്ലതായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഇവിടെ കോണ്ടാക്ട് സർഫസ്. അടുത്ത് ലാഡർ എവിടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് നോക്കുക. വീണ്ടും B എന്ന് പറയുന്ന സ്ഥലത്താണ് ലാഡർ കോണ്ടാക്ട് ചെയ്യുന്നത്. സോ ഈ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസ് വീണ്ടും നോക്കുക. ഈ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിൽ B എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. ഇവിടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. സോ ഈ വാള് ലാഡറിലോട്ട് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ കാണും. സർഫസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫോഴ്സ് വരുന്നത്, റിയാക്ഷൻ വരുന്നത്. കണ്ടോ? റിയാക്ഷൻ അതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അറ്റ് ദി വാൾ എന്ന് മാർക്ക് ചെയ്യുക. ഇനി ലാഡർ എങ്ങോട്ടാണ് സ്ലിപ്പ് ചെയ്യുന്നത്? താഴോട്ടാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്. സോ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് പറയുന്നത്? ബിറ്റ്വീൻ ദി ലാഡർ ആൻഡ് ദി വാൾ 0.4 ആണ് പറയുന്നത്. സോ 0.4 ഇൻറ്റു ഇവിടുത്തെ റിയാക്ഷൻ. ഇവിടുത്തെ റിയാക്ഷൻ എത്രയാണ്? RW. ഈ എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാനുള്ള കാരണം എന്നൊക്കെ ഞാൻ ആദ്യമേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു ആ ഫ്രിക്ഷനിൽ ആ സർഫസിൽ ആക്ട് ചെയ്യുന്ന അവിടുത്തെ ഫോഴ്സ് ആയിരിക്കും. അതാണ് μ ഇൻറ്റു ഇവിടുത്തെ RW എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയായി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെയും എന്താണ്? റിസോൾവ് ചെയ്യുക, കണ്ടുപിടിക്കുക.